ഹരേ കൃഷ്ണ. ഇതിന് ക്ലാസ്സിലേക്ക് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ സ്വാഗതം. നമുക്കിപ്പം കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് ശ്രീചൈതന്യ ചരിതാമൃതം ആദിലീല 2-ാമത്തെ അധ്യായം 97-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 97, ശ്രീചൈതന്യ ചരിതാമൃതം ആദിലീല 2-ാമത്തെ അധ്യായം 97-ാമത്തെ ശ്ലോകം. കൃഷ്ണേര സ്വരൂപേര ഹയ ഷഡ്വിധ വിലാസ, പ്രാഭവ വൈഭവ രൂപേ ദ്വിവിധ പ്രകാശ. കൃഷ്ണേര സ്വരൂപേര ഹയ ഷഡ്വിധ വിലാസ, പ്രാഭവ വൈഭവ രൂപേ ദ്വിവിധ പ്രകാശ. കൃഷ്ണേര സ്വരൂപേര ഹയ ഷഡ്വിധ വിലാസ, പ്രാഭവ വൈഭവ രൂപേ വിവിധ പ്രകാശ. ശബ്ദാർത്ഥം: കൃഷ്ണേര കൃഷ്ണന്റെ, സ്വരൂപേര രൂപത്തിന്റെ, ഹയ ഉണ്ട്, ഷഡ്വിധ 6 വിധത്തിലുള്ള, വിലാസ ലീല വിഗ്രഹങ്ങൾ, പ്രാഭവ വൈഭവ രൂപേ പ്രാഭവ വൈഭവ വിഭാഗങ്ങളിൽ, ദ്വിവിധ 2 തരത്തിലുള്ള, പ്രകാശ പ്രത്യക്ഷങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ 6 പ്രാഥമിക വിസ്തരണങ്ങളിൽ സ്വയം ആസ്വദിക്കുന്നു. പ്രാഭവവും വൈഭവവും അവിടുത്തെ 2 ആവിഷ്കാരങ്ങളാണ്. ഭാവാർത്ഥം: ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് ഇപ്പോൾ കൃഷ്ണന്റെ എണ്ണമറ്റ വിസ്തരണങ്ങളുടെ വർണ്ണനയിലേക്ക് തിരിയുന്നു. അവിടുന്ന് പ്രധാനമായും പ്രാഭവം, വൈഭവം എന്നിങ്ങനെ 2 വിധത്തിൽ വികസിക്കുന്നു. പ്രാഭവം ഭഗവാന് തുല്യശക്തിയുള്ള രൂപങ്ങളും വൈഭവം ഭാഗിക വിസ്തരണങ്ങളുമാണ്. പ്രാഭവ രൂപങ്ങൾ ഭഗവത് ശക്തിയുമായി ബന്ധപ്പെട്ടാണ് ആവിഷ്കൃതമാകുന്നതെങ്കിൽ വൈഭവ രൂപങ്ങൾ ഭഗവാന്റെ വൈശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ശക്തിമത്തായ പ്രാഭവ ആവിഷ്കാരങ്ങൾ 2 വിഭാഗങ്ങളിലുണ്ട്: താൽക്കാലികവും ശാശ്വതവും. മോഹിനി, ഹംസം, ശുക്ല എന്നീ രൂപങ്ങൾ ഒരു പ്രത്യേക യുഗത്തിന്റെ അടിസ്ഥാനത്തിൽ താത്കാലികമായി മാത്രം പ്രത്യക്ഷരായതാണ്. ധന്വന്തരി, ഋഷഭൻ, വ്യാസൻ, ദത്താത്രേയൻ, കപിലൻ എന്നിവരാണ് മറ്റ് പ്രാഭവ വിതരണങ്ങൾ. കൂർമ്മം, മത്സ്യം, നരനാരായണൻ, വരാഹം, ഹയഗ്രീവൻ, കൃഷ്ണിഗർഭൻ, ബലദേവൻ, യജ്ഞൻ, വിഭു, സത്യസേനൻ, ഹരി, വൈകുണ്ഠൻ, അജിതൻ, വാമനൻ, സാർവഭൗമൻ, ഋഷഭൻ, വിശ്വക്സേനൻ, ധർമ്മസേതു, സുധാമാവ്, യോഗേശ്വരൻ, ബൃഹദ്ഭാനു എന്നിവരാണ് വൈഭവ പ്രകാശ രൂപങ്ങൾ. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാന്തിശ്ച പദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാം വേദന്തം സജീവം സാദ്വേദം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സനന്ദാൻ ശിന്ദാ വിശാഖാൻ വിതാംശ്ച. നമോ വിഷ്ണുപ്രദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത്
ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലെ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന അധ്യായം ആദിലീലയിലെ 2ാമത്തെ അധ്യായത്തിൽ നിന്ന് ഇപ്പൊ ഈ ഒരു അധ്യായത്തില് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അഭിന്നമല്ല എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വായിച്ചു വന്നു. അപ്പം ഇതില് വീണ്ടും ഇവിടെ ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവായ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം ഭഗവാന്റെ പലതരത്തിലുള്ള വിസ്തരണങ്ങൾ അല്ലെ, ഭഗവാന്റെ വിസ്തരണങ്ങളും എന്ന് പറയുമ്പോൾ എണ്ണമറ്റ വിസ്തരണങ്ങളുണ്ട് അല്ലെ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കടലിൽ എത്ര തിരമാലകളുണ്ടോ, എണ്ണമറ്റ തിരമാലകളുണ്ട്, അതുപോലെ തന്നെ അത്രയും എണ്ണമറ്റ വിസ്തരണങ്ങളാണ് ഭഗവാനുള്ളത്. അപ്പൊ അതില് ഇന്നത്തെ ഈ ഒരു ശ്ലോകം നമ്മൾ ഇനിയും വരുന്ന ശ്ലോകം കൂടെ വായിച്ച് അങ്ങോട്ട് പോവാം. കാരണം നമുക്കിത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഭാവാർത്ഥം എഴുതിയിട്ടുള്ളത്. അപ്പം ഇവിടെ ഭഗവാന്റെ 6 പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക വിസ്തരണങ്ങളെ പറ്റിയാണ് ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതില് ഈ ഒരു ശ്ലോകം 90ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ചർച്ച ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതില് പ്രാഭവും വൈഭവവും എന്ന വിസ്തരണങ്ങളെ പറ്റിയാണ്. 2 വിസ്തരണങ്ങളെ പറ്റിയാണ് ഇതിൽ പറയുന്നത് അല്ലെ, പ്രാഭവം വൈഭവം. അപ്പൊ എന്താണ് പ്രാഭവം, എന്താണ് വൈഭവം എന്നുള്ളത് നമുക്ക് ഭാവാർത്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രാഭവം ഭഗവാന് തുല്യശക്തിയുള്ള രൂപങ്ങളും വൈഭവം ഭാഗിക വിസ്തരണങ്ങളുമാണ്. അപ്പം ഒന്ന് ഭഗവാൻ ഈക്വൽ ആയിട്ടുള്ള വിസ്തരണങ്ങളാണ് പ്രാഭവം എന്ന് പറയുന്നത്. പിന്നെ വൈഭവം എന്ന് പറയുന്നത് ഭാഗ്യം പാർഷ്യൽ ആയിട്ടുള്ള എക്സ്പാൻഷൻസ് ആണ് നമുക്ക് വൈഭവം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അപ്പൊ അടുത്തായിട്ട് എന്താ പറയുന്നത്? പ്രാഭവ രൂപങ്ങൾ ഭഗവത് ശക്തിയുമായി ബന്ധപ്പെട്ടവരാണ് ആകുന്നതെങ്കിൽ വൈഭവ രൂപങ്ങൾ ഭഗവാന്റെ വൈശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പം രണ്ടിന്റെ എന്താണ് വ്യത്യാസം എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഒന്നിട്ട് ഭഗവാന്റെ ശക്തിയായിട്ട് ആണ് കണക്ഷൻ ഉള്ളത്, ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ്? പ്രാഭവ രൂപങ്ങൾ ഭഗവത് ശക്തിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വൈഭവ രൂപങ്ങളാണെങ്കിലോ വൈശിഷ്ട്യങ്ങൾ ആയിട്ടാണ്, ഭഗവാന്റെ വൈശിഷ്ട്യങ്ങളുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ വീണ്ടും ഈ പ്രാഭവ രൂപങ്ങളെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അത്? ഒന്ന് വന്നിട്ട് എന്താണ്, കാരണം ഇതിനെ നമുക്ക് താൽക്കാലികമായിട്ടും ശാശ്വതമായിട്ടും 2 ഡിവിഷൻ വേണ്ടും അല്ലെ. നമുക്ക് ഭഗവാന്റെ 6 പ്രാഥമിക വിസ്തരങ്ങളുണ്ട്. അപ്പൊ അതിൽ 2 പ്രാഭവം വൈഭവം. പ്രാഭവങ്ങളെ വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നു. അതാണ് താൽക്കാലികം ശാശ്വതമായിട്ടുള്ള പ്രാഭവ ആവിഷ്കാരങ്ങൾ. അപ്പൊ എന്താണ് അപ്പൊ അതിൽ പറയുന്നതാണ്? അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് താൽക്കാലികം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കും. മോഹിനി, ഹംസം, ശുക്ലം എന്നൊക്കെ ഒരു പ്രത്യേക യുഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അതിനെ താൽക്കാലികമായിട്ടാണ് താൽക്കാലികമായിട്ടുള്ള പ്രാഭവ രൂപങ്ങളായിട്ടും. പിന്നെയുള്ളത് എന്താണ്? മറ്റ് പ്രാഭവ വിതരണങ്ങൾ അല്ലെങ്കിൽ മറ്റേ എന്താണ് എപ്പോഴും ശാശ്വതമായിട്ടുള്ള പ്രാഭവ വിതരണങ്ങളാണ്. പിന്നെ കൂർമ്മ, മത്സ്യം, ധന്വന്തിരി, ഋഷഭൻ, വ്യാസൻ, ദത്താത്രേയൻ, കപിലൻ ആണ് മറ്റ് ശാശ്വതമായിട്ടുള്ള പ്രാഭവ രൂപങ്ങളും. പിന്നുള്ളത് വൈഭവ രൂപങ്ങൾ ഏതൊക്കെയാണ്? ദത്താത്രേയൻ, കൂർമ്മം, മത്സ്യം, നരനാരായണൻ, വരാഹം, ഹയഗ്രീവൻ, കൃഷ്ണീകർമ്മൻ, വരദേവൻ, യജ്ഞൻ, വിഭു, സത്യസേനൻ, ഹരി, വൈകുണ്ഠൻ, അജിതൻ, വാമൻ, സാർവഭൗമൻ, ഋഷഭൻ, വിശ്വക്സേനൻ, ധർമ്മസേതു, സുധാമാവ്, യോഗേശ്വരൻ, ബൃഹദ്ബാനു, ഇവരൊക്കെയാണ് വൈഭവ പ്രകാശ രൂപങ്ങൾ. അപ്പം ഈ ഒരു കാരണം ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ വളരെ സെൽഫ് എക്സ്പ്ലെയിൻഡ് ആണ് നമുക്ക് എന്താണെന്നുള്ളത്. അപ്പം 6 പ്രാഥമിക വിസ്തരണങ്ങളെ 2ആയി തിരിക്കുന്നു. പ്രാഭവ പ്രകാശ രൂപങ്ങളും വൈഭവ പ്രകാശ രൂപങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ പ്രാഭവ പ്രകാശ രൂപങ്ങളെ വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നു. അപ്പം പ്രാഭവം എന്ന് പറയുന്നത് ഭഗവാന് തുല്യശക്തിയുള്ളതും വൈഭവം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭാഗിക ശക്തിയുമാണ്. ആ പ്രാഭവ രൂപങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അത് ഭഗവത് ശക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈഭവ രൂപങ്ങളാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അത് ഭഗവാന്റെ വൈശിഷ്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. വീണ്ടും ഈ പ്രാഭവ രൂപങ്ങളെ വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് താൽക്കാലികമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതും. ഇതാണ് ഈ ഭാവാർത്ഥത്തിൽ പറഞ്ഞുള്ളത്. നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് കടക്കാം. ശ്ലോകം 98. അംശശക്തിയാവേശ രൂപേ ദ്വിവിധാവതാര ബാല്യപൗഗണ്ഡ ധർമ്മ ദ്വീയത പ്രകാര. ശബ്ദാർത്ഥം: അംശ സമ്പൂർണ്ണ വിസ്തരണത്തിന്റെ ശക്തി ആവേശിക്കപ്പെട്ട രൂപങ്ങളിൽ ദ്വിവിധ 2 തരത്തിലുള്ള അവതാരങ്ങൾ: ബാല്യ ശൈശവം, പൗഗണ്ഡ ബാല്യം, ധർമ്മ പ്രായത്തിന്റെ സവിശേഷതകൾ, 2 തീർച്ചയായും പ്രകാര രീതികൾ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തിവേദ സ്വാമി പ്രഭുപാദ് ശ്രീ പ്രഭുപാദ് കി ജയ്. അവിടുത്തെ അവതാരങ്ങൾ 2 വിധത്തിലുണ്ട്.
ഭാഗികവും ശക്തിയാവേശവും. അവിടുന്ന് 2 പ്രായങ്ങളിൽ ആവിർഭവിക്കുന്നു, ശൈശവത്തിലും ബാല്യത്തിലും. ഭാവാർത്ഥം: വിലാസരൂപങ്ങൾ 6 അവതാരങ്ങൾ 2 വിഭാഗങ്ങളിലുമുണ്ട്. ശക്തിയാവേശവും ശാക്തീകരിക്കപ്പെട്ടവർ, അംശാവേശവും ഭാഗികവും. ഈ അവതാരങ്ങളും പ്രഭാവ വൈഭവ രൂപങ്ങളുടെ വിഭാഗത്തിൽ വരും. ശൈശവവും ബാല്യവും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 2 പ്രത്യേക സവിശേഷതകളാണ്. എന്നാൽ കൈശോരാവസ്ഥയുള്ള നിത്യരൂപമാണ് അവിടുത്തെ സ്ഥിരമായ രൂപം. ആദിപുരുഷനായ ശ്രീകൃഷ്ണൻ എല്ലായ്പ്പോഴും തന്റെ നവയൗവനയുക്തമായ ശാശ്വത രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. അപ്പം ഈ ഒരു ഇതിൽ പറയുന്നു അല്ലെ, എന്താണ്? അംശശക്തിയാവേശ രൂപേ ദ്വിവിധ അവതാരം. ഇപ്പൊ 2 വിധത്തിലുണ്ട്. എന്താണ് ഭഗവാന്റെ അവതാരങ്ങൾ? വീണ്ടും പറയുന്നത് ഭാഗികവും ശക്തിയാവേശവുമാണ് ഭഗവാൻ 2 പ്രായങ്ങളിലും ആവിർഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഭഗവാന്റെ വിലാസ രൂപങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ വിലാസ രൂപത്തില് 6 ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വീണ്ടും ആ അവതാരങ്ങളിൽ 2 വിഭാഗങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ശക്തിയാവേശം, അതായത് എംപവേർഡ് ഇൻകാർണേഷൻ എന്ന് പറഞ്ഞില്ല, നമ്മൾ ശക്തി കൊണ്ട് നമ്മൾ ശാക്തീകരിക്കപ്പെട്ടവരെയാണ് ശക്തിയാവേശ അവതാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അംശാവേശം, ഭാഗികമായിട്ട് പാർഷ്യലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ വരുന്നതാണ് അംശാവേശം എന്ന് പറയുന്നത്. അപ്പൊ ഇതും പ്രാപവൈഭവ രൂപങ്ങളുടെ വിഭാഗത്തിലാണ് വരുന്നത്, ഈ ഈ നമ്മൾ പറയുന്ന ശക്തിയാവേശവും അംശാവേശവും. പിന്നുള്ളതെന്ന് പറയുന്നത് പിന്നെ ശൈശവവും ബാല്യവും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 2 പ്രത്യേക സവിശേഷതകളാണ് അല്ലെ. നമുക്കറിയാം ഭഗവാന്റെ ലീലകളിൽ പല പല ലീല അല്ലെ, ശൈശവം, ബാല്യം, കൈശോരാവസ്ഥയിലുള്ള പല ലീല നടത്തുന്നുണ്ട്. അപ്പൊ അതിലും ശൈശവമായിട്ടുള്ളതും ബാല്യമായിട്ടുള്ള അവസ്ഥയിലും ഉള്ള ഭഗവാന്റെ ലീലകൾക്കും പ്രത്യേക വിശേഷങ്ങളുണ്ട്. നമ്മൾ കാണാൻ സാധിക്കില്ല. ഭഗവാൻ ഒരു പ്രായത്തിൽ അസുരന്മാരെ വധിക്കുന്നതും പിന്നെ ഗോക്കളെ മേയ്ക്കുന്നതും, ഓരോരോ പ്രായത്തിൽ ഭഗവാൻ ഓരോ ലീലകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി ഭഗവാന്റെ നിത്യരൂപം എന്ന് പറയുന്നത് എന്താണ്? അത് കൈശോരാവസ്ഥയുള്ള നിത്യരൂപമാണ്, അവിടുത്തെ സ്ഥിരമായിട്ടുള്ള രൂപം. അതാണ് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ, നമ്മൾ ആദിപുരുഷനായിട്ട് കാണുന്ന ആ രൂപം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും നവയൗവനം അല്ലെ, നവയൗവനത്തിലുള്ള ശാശ്വത രൂപത്തിലാണ് ഭഗവാൻ ആരാധിക്കപ്പെടുന്നത്. അപ്പൊ ഭഗവാന്റെ കൈശോരാവസ്ഥയിലുള്ള ആ ഒരു 2 ഹാൻഡഡ് ഫോം എന്ന് പറയില്ല അല്ലെ, അപ്പൊ അതാണ് ഭഗവാന്റെ, അതിനെയാണ് നമ്മൾ ആക്ച്വലി ആദിപുരുഷനായ കൃഷ്ണനായിട്ട് നമ്മൾ കാണുന്നതും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതും. ഒറിജിനൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഭഗവാന്റെ ആ കൈശോരാവസ്ഥയിലുള്ള നിത്യരൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഓടക്കുവയിൽ ഏന്തിയിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആക്ച്വലി ഭഗവാന്റെ എപ്പോഴും ഏറ്റവും സ്ഥിരമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്, ആക്ച്വൽ ഫോം എന്ന് പറയുന്നത് അതാണ്. ഇനി ശ്ലോകം 99. കിശോര സ്വരൂപേ കൃഷ്ണ സ്വയം അവതാരി ക്രീഡാഖരെ ഏയ് ഛായ രൂപേ വിശ്വഭരി. കിശോര സ്വരൂപേ, കിശോര രൂപം, കൃഷ്ണൻ സ്വയം അവതാരി, എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം, ക്രീഡാഖരെ, അദ്ദേഹം ക്രീഡിക്കുന്നു, ഏയ് ഇവ, ഛായരൂപേ, 6 രൂപങ്ങളിൽ, വിശ്വം, ഭരി, സംരക്ഷിക്കുക. വിവർത്തനം: നിത്യ കൈശോര സ്വരൂപനായ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉദ്ഭവസ്ഥാനം. തന്റെ പരമോന്നതത്വം സ്ഥാപിക്കുന്നതിനായി ഈ 6 വിഭാഗങ്ങളിൽ അവിടുന്ന് സ്വയം വികസിക്കുന്നു. ശ്ലോകം 100. ഏയ് ഛായരൂപേ ഹയ അനന്ത വിഭേദ, അനന്ത രൂപേ ഏകരൂപേ നാഹി കിച്ചുദ്ഭേദ. ഏയ് ഇവ, ഛയരൂപേ, 6 രൂപങ്ങളിൽ, ഹയ ഉണ്ട്, അനന്ത അളവറ്റ, വിഭേദ വൈവിധ്യങ്ങൾ, അനന്തരൂപേ എണ്ണമറ്റ രൂപങ്ങളിൽ, ഏകരൂപ ഒരു രൂപം, നാഹി ഇല്ല, കിച്ചു ഏതെങ്കിലും, ഭേദ വ്യത്യാസം. വിവർത്തനം: ഈ 6 തരം രൂപങ്ങളിൽ എണ്ണമറ്റ വൈവിധ്യങ്ങളുണ്ട്. അവ അനേകമാണെങ്കിലും ഏകമാണ്, അവ തമ്മിൽ വ്യത്യാസമില്ല. ഭാവാർത്ഥം: ഭഗവാൻ സ്വയം 6 വ്യത്യസ്ത സവിശേഷതകളിൽ പ്രത്യക്ഷമാകുന്നു. പ്രഭാവം, വൈഭവം, സത്യാവേശ അവതാരങ്ങൾ, അംശ അവതാരങ്ങൾ, ശൈശവം, ബാല്യം. നിത്യകൈശ്വര്യ രൂപത്തിലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ 6 രൂപങ്ങളിൽ ലീലകളാടി തന്റെ അതീന്ദ്രിയ വാസനകൾ ആസ്വദിക്കുന്നു. ഈ 6 സവിശേഷതകൾക്കുള്ളിൽ ഭഗവത് രൂപങ്ങളുടെ അനന്തമായ വിഭാഗങ്ങളുണ്ട്. ജീവരാശികൾ അവിടുത്തെ വിഭിന്നാംശങ്ങളാണ്. അവയെല്ലാം അദ്വൈതനായ അവിടുത്തെ വൈവിധ്യങ്ങളാണ്. അപ്പം ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു,
ഈ ഭഗവാൻ ഇപ്പൊ 6 എക്സ്പാൻഷൻസ് അല്ലെ, 6 വിസ്തരങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് ആണെങ്കിൽ കൂടി എല്ലാം ഒന്നാണെന്ന് പറയുന്നത്. എന്താണ്? കാരണം അവർ തമ്മിൽ വ്യത്യാസമില്ല. കാരണം എല്ലാം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പല പല ലീലകൾ ലീലകൾ ആടാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നമ്മള് ലീലകൾ തന്ന് ഭക്തന്മാർക്ക് ആസ്വാദനം കൊടുക്കാനും പല പല ലീലകൾ പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ പല പല എക്സ്പാൻഷൻസ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ആത്മാരാമനാണ് അല്ലെ. അല്ലെ, ഭഗവാൻ ആത്മാരാമൻ എന്നുള്ളതാണ് ആക്ച്വലി സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് വേറെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ പോലെ വേറെ എന്തെങ്കിലും നേടേണ്ട ആവശ്യം ഇല്ല, ജീവാത്മാക്കളെ പോലെ. പക്ഷെ പിന്നെ എന്തിനാണ് പിന്നെ ഭഗവാൻ ഇങ്ങനെ പല പല എക്സ്പാൻഷൻസ് എടുക്കുന്നത്? കാരണം അദ്ദേഹം അൺലിമിറ്റഡ് ആയതുകൊണ്ട് അല്ലെ, അദ്ദേഹം അനന്തമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആനന്ദവും അനന്തമാണ്. അപ്പൊ ആ ആനന്ദത്തിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ആക്ച്വലി വിസ്തരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പല പല രൂപങ്ങളിൽ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പല പല അവതാരങ്ങൾ എടുക്കുന്നതും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇത്രയും ജീവാത്മാക്കൾ അദ്ദേഹം എന്തിനാണ് സനാതനമായിട്ടുള്ളത് അല്ലെ. ഭഗവാൻ ഉള്ള കാലം മുതലേ ജീവാത്മാക്കളുണ്ട്. എന്തിനാണ് ഇത്രയും ജീവാത്മാക്കൾ ഉള്ളത്? ക്രിയേറ്റ് ചെയ്തത് എന്തിനാണ്? ആക്ച്വലി ഭഗവാന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ഭഗവാന്റെ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓരോ ജീവാത്മാക്കൾക്കും ഭഗവാന്റെ അടുത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് അല്ലെ, ബന്ധം. ഒരു ബന്ധം ഇരിക്കുകയാണ് ആക്ച്വലി. ഒരു ശാശ്വതമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ ആ ബന്ധം നമ്മൾ മറന്നിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ ഭക്തനാവുന്ന സമയത്താണ് ഒരു വ്യക്തിക്ക് ഭഗവാനായിട്ടുള്ള എന്താണ് ആ ബന്ധം എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പം അദ്ദേഹത്തിന്റെ ആനന്ദത്തിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ എക്സ്പാൻഷൻസ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? 6 വ്യത്യസ്ത സവിശേഷതകളാണ് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമാകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാഭവം, വൈഭവം, ശക്തിയാവേശ അവതാരങ്ങള്, അംശാവതാരങ്ങൾ, ശൈശവം, ബാല്യം. അപ്പൊ ഇങ്ങനെ 6 കാറ്റഗറീസ് ആണുള്ളത്. അപ്പം ആക്ച്വലി ഭഗവാന്റെ പ്രൈം അല്ലെങ്കിൽ ആക്ച്വലി ഒറിജിനൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിത്യ കൈശോര അവസ്ഥയിലുള്ള ഭഗവാനാണ് ആക്ച്വലി ഭഗവാന്റെ ആദിമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അപ്പം ഭഗവാൻ വന്നിട്ട് ഈ 6 രൂപങ്ങൾ എടുത്ത് അദ്ദേഹം പല പല ലീലകൾ ആടാണ്. കാരണം ആ ലീലകളിലൂടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഭക്തന്മാരെ ഭഗവാൻ അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. ഭഗവാൻ അല്ലെ, ഭഗവാന്റെ ആ ലീലാ മാധുരി എന്ന് പറയും അല്ലെ, ഭഗവാന്റെ സവിശേഷതകളിൽ ഒന്നാണ് അല്ലെ ലീലാ മാധുരി. ഭഗവാന്റെ ലീലകൾ അത്രയും എന്താണ്, അത്രയും മധുരമേറിയതും അദ്ദേഹം അത്രയും ഒരു വ്യക്തിയുടെ ഹൃദയത്തിനെ കവർന്നെടുക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഭഗവാന്റെ പല ലീലകളും ഇന്നും ഭക്തന്മാരത് വായിച്ച് അവര് രസിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് ജന്മാഷ്ടമി വരുമ്പോഴൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കൃഷ്ണ ബുക്ക് എടുത്ത് വായിക്കും. അപ്പൊ വീണ്ടും വീണ്ടും ഒരേ കാര്യമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും എന്താണ്, നമുക്ക് ഒരിക്കലും ഒരു ബോറടി ആയിട്ട് ഒരിക്കലും തോന്നാറില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിന് റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഭഗവാന്റെ ലീലകൾ എന്നെന്നും ഫ്രഷ് ആണ്, നവയൗവനം അല്ലെ. എപ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ട് തോന്നും. കാരണം ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഓരോ നിമിഷം നമുക്ക് വായിക്കുമ്പോഴും അതിന് കിട്ടുന്ന രസം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷം കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് അത്രയും സാക്ഷാത്കാരങ്ങളും അത്രയും ഭഗവാനുള്ള അറ്റാച്ച്മെന്റ് കൂടും. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗതിക അവസ്ഥയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു പാട്ടോ ഒക്കെ നമ്മൾ കേൾക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ, 2 തവണ, 3 തവണ കേട്ട ശേഷം പിന്നെ നമുക്കത് വീണ്ടും കാണാനോ കേൾക്കാനോ തോന്നില്ല. അപ്പൊ അതാണ് ആക്ച്വലി ഭഗവാന്റെ ലീലകളും സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ അതില് ഈ ക്ലാസിഫിക്കേഷന് ശേഷം പിന്നെ വരുന്നതാണ് വിഭിന്നാംശങ്ങൾ എന്ന് പറയുന്നത്. വിഭിന്നാംശങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ജീവാത്മാക്കളാണ്. അപ്പൊ വിഭിന്നാംശങ്ങളായ ജീവാത്മാക്കളിലും എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്താണ്? ഭഗവാനെ സേവനം ചെയ്യുക അല്ലെ. ഭഗവാനെ സേവനം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ജീവാത്മാക്കൾക്കാണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷവും ശാന്തിയും കിട്ടുന്നത്. അപ്പൊ അത് മറന്ന ഈ വിഭിന്നാംശങ്ങളാണ് ഭൗതിക ലോകത്തിൽ വന്ന് ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്കൊരു റെക്ടിഫിക്കേഷൻ പ്ലേസ് എന്ന രീതിയിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജനനമെടുത്ത് നമ്മൾ പല രീതിയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പല പല രീതിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമുക്ക് ഭഗവാനെ സേവനം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലെ. നമ്മൾ എപ്പോഴും ഒരു പറയുന്ന എക്സാമ്പിൾ തന്നെയാണ്, ഒരു വൃക്ഷത്തിന്റെ വേരിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂക്കൾക്കും പുഷ്പങ്ങൾക്കൊക്കെ തുഷ്ടി കിട്ടും അല്ലെ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ, കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഭക്ഷണം എടുത്ത ആമാശയത്തിൽ നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ബോഡി പാർട്സ് അല്ലെ, ശരീരത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുഷ്ടി കിട്ടുന്ന പോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ സന്തോഷപ്പെടുത്തുകയാണെങ്കിൽ, ഭഗവാൻ കൃഷ്ണനെ സേവനം ചെയ്ത് അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് അംശമായതുകൊണ്ട്, എങ്ങനെയാണ് വൃക്ഷത്തിന് വേരിൽ വെള്ളം ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് വൃക്ഷത്തിന് സന്തോഷം കിട്ടുന്നു, അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ ആണ് നമ്മളെ എക്സിസ്റ്റൻസിന്റെ റൂട്ട് അല്ലെ. ആ വേര് എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിന്റെയും കാരണം എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ നമ്മൾ സന്തോഷപ്പെടുത്തുന്ന സമയത്ത് എല്ലാ ജീവാത്മാക്കൾക്കും സന്തോഷം കിട്ടും.
അതാണ് അതിനാണ് അതാണ് ആക്ച്വൽ പീസ് ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മളിപ്പോ രാജ്യങ്ങൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാന്ന് പറയും. പക്ഷെ എത്ര നമ്മൾ സംസാരിച്ച് തീർന്നാലും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ അല്ല, ഇത് എന്റെ രാജ്യമാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രാജ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് നമുക്ക് ഒരിക്കലും വന്നിട്ടില്ല. നമ്മൾ ശ്രീല പ്രഭുപാദ് പറയുന്ന പോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും യുണൈറ്റഡ് നേഷൻസിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെയും ഓരോരോ അവിടെ പല പല കൊടികളാണ് കാണാൻ സാധിക്കുക, അല്ലെ? പല പല രാജ്യങ്ങളുടെ കൊടിയാണ്. അപ്പൊ അങ്ങനെ അവിടെയും വീണ്ടും എന്താണ്, അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ വരാണ്, അല്ലെ? ഈ രാജ്യക്കാർ, ആ രാജ്യക്കാർ. ഒരിക്കലും നമുക്ക് ഒരു കൃഷ്ണ കോൺഷ്യസ് സൊസൈറ്റി അല്ലെങ്കിൽ കൃഷ്ണാബോധ തലത്തിൽ ഉള്ള ഒരു കൃഷ്ണ സെന്റേഡ്, ഭഗവാൻ കൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമൂഹത്തിനെ ക്രിയേറ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ശാന്തിയും സമാധാനം കിട്ടില്ല. അതാണ് നമുക്ക് ശാസ്ത്രങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മൾ എത്രത്തോളം നമ്മൾ തലപോച്ച് നമ്മൾ പല പല കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ പല പല ടെക്നോളജി കണ്ടുപിടിച്ചാലും, ഇതൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ടും ഒരു ജീവാത്മാവിന് സന്തോഷം കൊടുക്കില്ല എന്ന് നോക്കണമെങ്കിൽ. കാരണം അതുകൊണ്ടാണ് നമുക്ക് പല പല പുതിയ കാര്യങ്ങൾ കിട്ടിയാലും നമ്മളത് ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അതിന് എന്താ നമുക്ക് അതിനോട് താല്പര്യം തോന്നില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഭഗവാനായിട്ട് കണക്ട് ആണെങ്കിൽ നമുക്ക് എന്നെന്നും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവാനെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്നെന്നും ഓരോ ദിവസവും അവർക്ക് ഓരോ നിമിഷവും അവർ ഭഗവാനെ പറ്റി സംസാരിക്കുമ്പോഴും, ഭഗവാനെ പറ്റി കേൾക്കുമ്പോഴും, ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുമ്പോഴും, ഭഗവാന്റെ വിഗ്രഹങ്ങൾ കാണുമ്പോഴും ഒക്കെ അവർക്ക് ഓരോ നിമിഷവും അവർക്ക് സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജീവാത്മാക്കൾ ഭഗവാനെ സേവനം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഭഗവാന് സന്തോഷം കൊടുക്കുമ്പോൾ ജീവാത്മാക്കളിന് സന്തോഷം കിട്ടും. അപ്പൊ ഭക്തിയിൽ എന്താണ് പറയുന്നത്? ഭക്തിയിൽ നമ്മൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ സന്തോഷിക്കേണ്ട എന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള വഴി നമുക്ക് ഭക്തി പ്രസ്ഥാനം കാണിച്ചു തരാണ് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് എങ്ങനെയാണ് ശരിയായുള്ള സന്തോഷം കണ്ടെത്താൻ സാധിക്കും? നമുക്ക് ഭൗതിക ലോകത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണം കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സ്ഥാനമാനം കിട്ടുമ്പോഴോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശക്തി കിട്ടുമ്പോഴോ, ഇതൊക്കെ കിട്ടുമ്പോൾ, ധനം കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്. പക്ഷെ ആ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും എന്നൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ധനം എന്ന് പറയുന്നത് നമ്മളെക്കാട്ടും കൂടുതൽ ധനം വാങ്ങുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലേ? നമുക്ക് കിട്ടുന്ന പേരും പ്രശസ്തി എന്ന് പറയുന്നത് നമുക്ക് കുറച്ചു കാലം എന്ത് കിട്ടിയാലും നമുക്ക് താൽക്കാലികമാണ്. കാരണം അത് ശരീരത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യമായതുകൊണ്ട് താൽക്കാലികമാണ്. പക്ഷെ ഭഗവാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ശാശ്വതമായതുകൊണ്ട് എന്നെന്നും ഒരു വ്യക്തിക്ക് ഈ ശരീരത്തിൽ ഉള്ള ഒരു വ്യക്തി ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ കൂടി അദ്ദേഹത്തിന് വീണ്ടും അടുത്ത ശരീരത്തിൽ ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഈ ഒരു മനുഷ്യജീവിതം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പ്രയോറിറ്റി, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭക്തിയുത സേവനം ചെയ്യാനുള്ള കാര്യമാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. നമുക്ക് അറിയാം, നമുക്ക് പല പല പ്രയോറിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അല്ലെ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല പല ധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആ ധർമ്മങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കൃഷ്ണാബോധം, ഭഗവാന്റെ അടുത്തുള്ള ഭക്തി, ആ ഭക്തിയെ നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും സിൻസിയർ ആയിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്തുള്ള ഭക്തി സേവനത്തിൽ എൻഗേജ് ചെയ്യുന്ന വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഫെസിലിറ്റീസും ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം ഇത് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ആചാര്യന്മാര്, അതായത് നമ്മളെ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു നിഴലാണ്, ഷാഡോ ആണ്. അപ്പൊ നമുക്ക് എന്താണ് അപ്പൊ എന്താണ് ഇപ്പം ഒരു നിഴലിനെ കാണുന്ന സമയത്ത് ഞാനിപ്പോ ഒരു കൈ പൊക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിഴലും കൈ പൊക്കും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആധ്യാത്മിക ജീവിതത്തെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആധ്യാത്മിക ജീവിതം നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് ഡിപെൻഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ധർമ്മങ്ങൾ, നമുക്ക് എല്ലാവരും ധർമ്മങ്ങളുണ്ട്. നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ അത് പൂർണ്ണമായിട്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടും ഭഗവാന് വേണ്ടിയാണ് എന്ന ബോധത്തോടെ നമ്മൾ സാധന ഭക്തി ചെയ്തു പോകുന്ന വ്യക്തിക്ക് ബാക്കിയുള്ള ഭൗതിക ജീവിതത്തിൽ എന്ത് വേണമോ ഒരു വ്യക്തിക്ക് ഭക്തിയുത സേവനം ചെയ്ത് മുന്നോട്ട് പോകാൻ, ഈ ശരീരത്തിനെയും ആത്മാവിനെയും കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങൾ വേണം അതൊക്കെ ഭഗവാൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ആ ഒരു കൺവിക്ഷൻ നമുക്ക് വരണം. അപ്പൊ ആ കൺവിക്ഷൻ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നിരന്തരം ശ്രീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുക, ഭക്തന്മാരായിട്ട് നമ്മൾ സംഘം ചെയ്യുക, നമുക്ക് പല പല ഉത്സവങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക, നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ആ ഒരു വിശ്വാസം, കൺവിക്ഷൻ നമുക്ക് ഇല്ല. കാരണം ആ കൺവിക്ഷൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഉള്ളത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ടും അങ്ങനെയുള്ള ഭക്തമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ സ്ട്രൈവ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തനാവണം എന്നുള്ളതാണ്. കാരണം അതാണ് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം എന്തൊക്കെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചാലും നമുക്കറിയാം, നമുക്ക് ജനന മരണ ചക്രത്തിനെ നമുക്ക് ഒരിക്കലും ക്രോസ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? എന്തൊക്കെ നമ്മൾ നേടിയാലും നമുക്ക് വീണ്ടും വീണ്ടും പല പല ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അത് പൂർണ്ണമായിട്ടും ഒന്ന് ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാവുന്ന കാര്യമാണ്, അല്ലെ? നമ്മളൊരു എക്സാമ്പിൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു വൃക്ഷത്തിന്റെ ഒരു വൃക്ഷം വളർന്നു വന്ന വലിയൊരു വടവൃക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും അതിന്റെ വേരിൽ നിന്ന്
പിഴുതെറിഞ്ഞാല് പിന്നെ വീണ്ടും അത് വളരാതിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സംഭവിക്കും, ചിലപ്പോൾ നമ്മൾ അതിനെ മുകളിലോ താഴേക്ക് കട്ട് ചെയ്ത് അതിന്റെ കുറച്ച് ശാഖകൾ മാത്രം കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആധ്യാത്മിക ജീവിതം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ ഭൗതിക ജീവിതത്തിന്റെ വേരോടെ അതിനെ പിഴുതെറിയാനാണ് അല്ലെ? എന്താണ് നമ്മൾ റൂട്ട് കോസ് എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്? നമ്മൾ ഭഗവാനെ മറന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഭൗതിക ജീവിതത്തിൽ വന്നിരിക്കുന്നത്, ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണ്? അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭഗവാനെ നമ്മൾ സേവിക്കുക, ഭഗവാനത്തുള്ള സ്നേഹം വളർത്തിയെടുക്കുക. ഓൾറെഡി ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിനെ നമ്മൾ എന്താ ചെയ്യുക? അതിനെ തിരിച്ച് അവേക്കൻ ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ഭക്തി സേവനം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ ചെയ്യുന്ന പ്രോസസ്സാണ്, ആ പ്രോസസ്സാണ് ഈ ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. ഈ അടുത്ത കൂടി നമുക്ക് നോക്കാം എന്തായാലും 1-2 ശ്ലോകം കൂടി. ശ്ലോകം 101. ചിത്ശക്തി സ്വരൂപ ശക്തി അന്തരംഗ നാമ ആഹാര വൈഭവ അനന്ത വൈകുണ്ഠാധിധാമ. ചിത്ശക്തി ആത്മീയ ശക്തി, സ്വരൂപ ശക്തി സ്വകീയ ശക്തി, അന്തരംഗ ആന്തരികമായ നാമമുള്ള, ആഹാര അതിന്റെ വൈഭവ ആവിഷ്കാരങ്ങൾ, അനന്ത എണ്ണമറ്റ, വൈകുണ്ഠ തുടങ്ങിയ ധാമം. വിവർത്തനം: സ്വരൂപശക്തി അല്ലെങ്കിൽ അന്തരംഗ ശക്തി എന്ന് വിളിക്കപ്പെടുന്ന ചിത് ശക്തി അനന്ത വിവിധ ആവിഷ്കരണങ്ങൾ പ്രകടമാക്കുന്നു. ഈ ശക്തിയിലാണ് ആത്മീയ ധാമവും അതിന്റെ അനുസാരികളും നിലനിൽക്കുന്നത്. ശ്ലോകം 102. മായാശക്തി ബഹിരംഗ ജഗത് കാരണ താഹാര വൈഭവ അനന്ത ബ്രഹ്മാണ്ഡേ രഗണ. മായാശക്തി ഭൗതിക ശക്തി, ബഹിയംഗ ബാഹ്യമായ, ജഗത് കാരണ ലോകത്തിന്റെ കാരണം, താഹാര അതിന്റെ വൈഭവ പ്രത്യക്ഷങ്ങൾ, അനന്ത അപരിമിതമായ, ബ്രഹ്മാണ്ഡേര ലോകങ്ങളുടെ ഗണ ബാഹുല്യങ്ങൾ. വിവർത്തനം: മായാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ബഹിരംഗ ശക്തി വൈവിധ്യാത്മകമായ അനന്തങ്ങളായ ഭൗതിക പ്രപഞ്ചങ്ങൾക്ക് കാരണമാകുന്നു. ശ്ലോകം 103. ജീവശക്തി തടസ്ഥാഖ്യ നാഹിയാരാൻ അന്ധ മുഖ്യതീന ശക്തി താര വിഭേദാനന്ദ. ജീവശക്തി ജീവസത്ത, തടസ്ഥ ശക്തി എന്ന് അറിയപ്പെടുന്ന, നാഹി ഇല്ല, യാര ഏതിന്റെ, അന്ത്യം, മുഖ്യമായ, തീന 3 ശക്തികൾ, താര അവയുടെ, വിഭേദ വൈവിധ്യങ്ങൾ, അനന്ത എണ്ണമറ്റ. വിവർത്തനം: ഭാവാർത്ഥം കൃഷ്ണ കൃമാവൃത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദ സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഇവയ്ക്ക് രണ്ടിനും മധ്യേയുള്ള തടസ്ഥ ശക്തി എണ്ണമറ്റ ജീവസത്തകൾ ഉൾപ്പെടുന്നതാണ്. അനേകം വിഭാഗങ്ങളോടും ഉപവിഭാഗങ്ങളോടും കൂടിയ ഇവയാണ് 3 മുഖ്യ ശക്തികൾ. ഭാവാർത്ഥം: ചിത് ശക്തി അല്ലെങ്കിൽ അന്തരംഗ ശക്തി എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ആത്മീയ ശക്തി വൈകുണ്ഠ ലോകങ്ങളിലെ വൈവിധ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. നമുക്ക് പുറമെ ഭഗവാനുമായി അവിടുത്തെ എണ്ണമറ്റ സവിശേഷ ഭാവങ്ങളോട് ഇടപഴകുന്ന മുക്തരായ അസംഖ്യം ജീവാത്മാക്കൾ ഉണ്ട്. ബദ്ധരായ ജീവാത്മാക്കൾക്ക് നശ്വരമായ ഈ വാസസ്ഥാനം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുള്ള ഭൗതിക പ്രപഞ്ചത്തെ ബാഹ്യശക്തി പ്രദർശിപ്പിക്കുന്നു. ശ്വേതാശ്വതര ഉപനിഷത്ത് 6.8 നമ്മെ അറിയിക്കുന്നു: നസ്യ കാര്യം കരണം ച വിദ്യത്തെ തമശ്ച അഭിതശ്ച നത് സമശ്ചാഭ്യ തികശ്ച ദൃശ്യത്തെ പരാശക്തിർ വിവിധൈവ ശ്രൂയത്തെ സ്വാഭാവിക ജ്ഞാന ബലക്രിയാച്ച. ഭഗവാൻ അദ്വൈതനാണ്. സ്വയം ചെയ്യേണ്ടതായി യാതൊന്നുമില്ല. അവിടുന്ന് ഭൗതിക കേന്ദ്രങ്ങളുമില്ല. അവിടുന്ന് പല നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന വൈവിധ്യമാർന്ന അനന്തശക്തികൾ അവിടുന്നുള്ളിൽ സ്വതന്ത്ര വൈഭവങ്ങളായി വർദ്ധിച്ചുകൊണ്ട് അവിടുന്ന് പൂർണ്ണ ജ്ഞാനവും ശക്തിയും ലീലകളും പ്രദാനം ചെയ്യുന്നു. അപ്പം ഇവിടെ നമുക്ക് ഭഗവാന്റെ 3 ശക്തികളെ പറ്റിയാണ് പറയുന്നത്. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, പിന്നെ തടസ്ഥ ശക്തി എന്ന് പറയുന്ന 3 ശക്തികളെ പറ്റിയാണ് ഈ 3 ശ്ലോകങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ അന്തരംഗ ശക്തി, ഭഗവാന്റെ അന്തരംഗ ഇന്റേണൽ പൊട്ടൻസി അല്ലെ, അന്തരംഗ ശക്തി എന്ന് പറയുന്നത് അതിനാണ് സ്വരൂപ ശക്തി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്നത് ചിത് ശക്തി എന്ന് കൂടി പറയാം. ചിത് ശക്തി എന്ന് പറയുന്നത് അപ്പൊ അതുമാണ്. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് അതിലൂടെയാണ് നമുക്ക് ആത്മീയ ലോകത്തിലുള്ള കാര്യങ്ങൾ, ആത്മീയ ലോകവും അവിടെ നിൽക്കുന്ന ആത്മീയ ലോകത്തിലെ ഭക്തന്മാരൊക്കെ പ്രവർത്തിച്ചു വരുന്നത്, നിലനിൽക്കുന്നത് ഈ ഒരു അന്തരംഗ ശക്തി അല്ലെങ്കിൽ സ്വരൂപ ശക്തി, ചിത് ശക്തിയുടെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് എന്താണ്? പിന്നെ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ഭഗവാൻ എക്സ്റ്റേണൽ പൊട്ടൻസി എന്ന് പറയുന്നത് ബഹിരംഗ ശക്തി.
അപ്പൊ ആ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ പറയുന്നത് മായാശക്തി എന്ന് വിളിക്കുന്നു. അത് കാരണമാണ് ഈ ഭൗതിക ലോകം ഉണ്ടായിരിക്കുന്നതും ഈ ഭൗതിക പ്രപഞ്ചത്തിന് കാരണമാകുന്നത് ഈ മായാശക്തിയാണ്. പിന്നെ മൂന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്? തടസ്സ ശക്തി. അപ്പം അതിനെ പറയുന്നത് മാർജിനൽ പൊട്ടൻസി എന്ന്. തടസ്സ എന്ന് പറയുന്നത് ഇടയ്ക്കുള്ള ശക്തി എന്ന് പറയും. അപ്പൊ അതാണ് ജീവാത്മാക്കൾ. ഈ ഭൗതിക ലോകത്തിൽ ഉള്ള ജീവാത്മാക്കൾ എന്ന് പറയുന്നത് എന്താണ്? അവരൊക്കെ ആക്ച്വലി തടസ്സ ശക്തിയിലാണ്. അവർക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിലും അവർക്ക് വേണമെങ്കിൽ ആത്മീയ ലോകത്തിലോട്ട് ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഭൗതിക ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ഫ്രീ വിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് അവർക്ക് എപ്പോഴും ഉണ്ട്. അവർ ഭൗതിക ലോകത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബന്ധത്തിൽ തിരിച്ചു പോകാനുള്ള ഒരു ഒരു അവസരം അവർക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അവരെപ്പോഴും തടസ്സ ശക്തി. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും പോവാം, അല്ലെങ്കിൽ അങ്ങോട്ടും പോവാം. അതുകൊണ്ടാണ് അവരെ തടസ്സ ശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ശക്തിക്ക് ഇടയ്ക്കുള്ള ശക്തിയാണ് തടസ്സ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഭഗവാന്റെ മുഖ്യമായിട്ടുള്ള 3 ശക്തികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം, ഈ ഭാവാർത്ഥത്തിൽ ഒന്നുകൂടെ ജസ്റ്റ് വായിച്ചു നോക്കാം. ചിത് ശക്തി അല്ലെങ്കിൽ അന്തരംഗ ശക്തി എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ആത്മീയ ശക്തി വൈകുണ്ഠ ലോകങ്ങളിലെ വൈവിധ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നേരത്തെ പറഞ്ഞത് അന്തരംഗ ശക്തി എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ വേൾഡ്, അതിനെ ഗവേൺ ചെയ്യുന്ന ശക്തി ഇല്ലേ, ആധ്യാത്മിക ലോകത്തിനെ ഗവേൺ ചെയ്യുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നതാണ് ഇന്റർണൽ പൊട്ടൻസി അല്ലെങ്കിൽ ഈ ചിത് ശക്തി, അന്തരംഗ ശക്തി എന്ന് പറയുന്നത്. വൈകുണ്ഠ ലോകങ്ങളിലെ വൈവിധ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. നമുക്ക് പുറമെ ഭഗവാനും അവിടുത്തെ എണ്ണമറ്റ സവിശേഷ ഭാവങ്ങളോട് ഇടപഴകുന്ന മുക്തരായ അസംഖ്യം ജീവാത്മാക്കളുണ്ട്. ഭദ്ര ജീവാത്മാക്കൾ നശ്വരമായി ഈ വാസസ്ഥാനം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുള്ള ഭൗതിക പ്രപഞ്ചത്തെ ബാഹ്യശക്തി പ്രദർശിപ്പിക്കുന്നു. അപ്പം ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യശക്തിയാണ് അല്ലെ, മായശക്തിയിലൂടെ ഉണ്ടാക്കിയതാണ് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ഭഗവാൻ നമുക്ക് എപ്പോഴും ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അല്ലെ. നമുക്ക് ഒരു സ്നേഹം എന്നുള്ള ആ റിലേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സ്വാതന്ത്ര്യം ഉണ്ടാവണം അല്ലെ, ഒരു ഫ്രീ വിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ നിർബന്ധിച്ച് എന്നെ സ്നേഹിക്കണം എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അത് ഒരിക്കലും സ്നേഹമല്ല, അത് നമ്മൾ പിടിച്ചു വാങ്ങണം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെ. അതുകൊണ്ട് ആക്ച്വലി നമുക്ക് സ്നേഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു സ്വാതന്ത്ര്യമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ജീവാത്മാക്കൾ ഭഗവാനെ സ്നേഹിക്കാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഭഗവാനെ തിരസ്കരിക്കാം ഉള്ള ഓപ്ഷൻ എപ്പോഴും ഭഗവാൻ തുറന്നു വെച്ചിരിക്കാം. പക്ഷെ ഒരു ജീവാത്മാവ് ആക്ച്വലി അദ്ദേഹം മനസ്സിലാക്കാണ്, ഞാൻ ഭഗവാനെ സ്നേഹിച്ചാൽ മാത്രമാണ് എനിക്ക് പരിപൂർണമായിട്ടുള്ള സന്തോഷം നേടുവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഭഗവാനെ സേവനം ചെയ്യും എന്നുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. കാരണം ആ ഒരു ഇൻഡിപെൻഡൻസ് ഭഗവാൻ തന്നിരിക്കുകയാണ്. കാരണം ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പരിപൂർണമായിട്ടുള്ള സ്നേഹം ഒരു വ്യക്തിയും ഒരു ഭഗവാനും ജീവാത്മാവും തമ്മിൽ ആ സ്നേഹം ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് തന്നിരിക്കുന്നത്. കാരണം എന്താണ് പറഞ്ഞത് ഇവിടെ ആ ഒരു ശ്ലോകം? ഇത് വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. തസ്യ കാര്യം കർണഞ്ച വിദ്യത്തെ സമശ്ചാപി ദിഗശ്ച വിദ്യതേ ദൃശ്യത്തെ പരാശക്തിർ വിവിധൈവ ശ്രൂയതേ സ്വാഭാവിക ജ്ഞാന ഫലക്രിയാച്ച. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. ഭഗവാൻ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പൊ നമുക്ക് കാണാൻ ഇപ്പൊ ഒരു 5:45, 6 മണി, ഇപ്പൊ ഇവിടെ സൂര്യൻ ഇനിമേലെ അസ്തമിക്കണം എന്ന് പറയുന്നത്, ചന്ദ്രൻ ഉദിക്കണം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഭഗവാനെ അനുഭവിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഭഗവാൻ എപ്പോഴും ഇൻഡിപെൻഡന്റ്. ഭഗവാന്റെ ശക്തികളോടൊക്കെ ബാക്കിയുള്ള വിസ്തരണങ്ങളോടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? സ്വയം ചെയ്യേണ്ടതായി യാതൊന്നുമേ ഇല്ലാത്ത അവിടുന്ന് ഭൗതിക കേന്ദ്രീയങ്ങളുമില്ല. അപ്പൊ ഭഗവാൻ എപ്പോഴും ആത്മീയ തലത്തിലാണ് ഉള്ളത്. അവിടുന്ന് പല നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന വൈവിധ്യമാർന്ന അനന്ത ശക്തികൾ അവിടുന്നുള്ളിൽ സ്വതന്ത്ര വൈഭവങ്ങളായി വർദ്ധിച്ചു കൊണ്ടുവരുന്നു. അവിടുന്ന് പൂർണ്ണ ജ്ഞാനവും ശക്തിയും ലീലകളും പ്രദാനം ചെയ്യുന്നു. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, അപ്പൊ ഭഗവാൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആണ്. കാരണം പരാശക്തി വിവിധൈവ ശ്രൂയതേ സ്വാഭാവിക ജ്ഞാന ഫലക്രിയാച്ച. അപ്പൊ ഭഗവാന് പല പല ശക്തികൾ ഉണ്ടെങ്കിൽ കൂടി ഒരിക്കലും ഭഗവാൻ ഒരു ശക്തിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പരമദിവത്വ പുരുഷനാണ് അല്ലെ. ഭഗവാനെക്കാട്ടും ഒരു വേറൊരു ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശക്തിയായിരിക്കും നമ്മൾ ദൈവമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ ഉയർന്നതായിട്ട് ഒന്നുമില്ല അല്ലെ. എല്ലാ കാരണവും ഇല്ലേ, നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും നമ്മളെന്താ പറയുക, നമ്മൾ ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് അല്ലെ. നമ്മൾ പറയുന്നത് നമ്മളെന്താ, ആധ്യാത്മിക ലോകത്തിനും ഭൗതിക ലോകത്തിനും ഒക്കെ കാരണം എന്ന് പറയുന്നത് അഹം സർവസ്യ പ്രഭവവും മത്ത സർവം പ്രവർത്തനം. എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ഭഗവാനാണ്. അദ്ദേഹത്തിന് ഒരു കാരണവുമില്ല അല്ലെ. നമ്മൾ ബ്രഹ്മസംഹിതയിലും പറയുന്ന പോലെ തന്നെ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദർ ഗോവിന്ദ സർവ്വകാരണ കാരണം. അപ്പം എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഈശ്വരനാണ്. ഈശ്വരനായ ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹമാണ് എല്ലാത്തിനും കാരണം. പക്ഷെ അദ്ദേഹത്തിന് കാരണമായിട്ട് വേറെ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് കാരണമായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ആ കാരണമായിരിക്കണം ഭഗവാനെക്കാട്ടും ഉയർന്നത് അല്ലെ. അപ്പൊ അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ഭഗവാനാണെന്നും ഭഗവാനും ഒരു കാരണമില്ല. കാരണം എന്ന് മുതൽ ഈ ലോകമുണ്ടോ അന്ന് മുതൽ ഭഗവാനുണ്ട്. ഭഗവാൻ ശാശ്വതമായിട്ടുണ്ട്. അപ്പൊ ഭഗവാനാണ് എല്ലാ കാരണത്തിനും
എല്ലാത്തിനും കാരണം. അപ്പൊ ഭഗവാൻ ലീലകൾ ആടുന്നതും അല്ലെങ്കിൽ അദ്ദേഹം ശക്തി ജ്ഞാനമൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? ഒരിക്കലും അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ആക്ച്വലി ഈ ലീലകളൊക്കെ കാണിക്കുന്നത് എന്താണ്? അത് ഭഗവാന്റെ സന്തോഷം അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ പോലത്തെ ജീവാത്മാക്കളെ തിരിച്ച് ഭഗവാന്റെ നാമത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ 3 ശക്തികളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, പിന്നെ തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ അന്തരംഗ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ആത്മീയ ലോകം വരുന്ന അന്തരംഗ ശക്തിയിലാണ്. പിന്നെ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ഭൗതിക ലോകം ക്രിയേറ്റ് ചെയ്യുന്നത് ബഹിരംഗ ശക്തിയിലാണ്, മായാശക്തിയിലാണ്. പിന്നെ തടസ്ഥ ശക്തി എന്ന് പറയുന്നത് ജീവാത്മാക്കളാണ്. അപ്പൊ ജീവാത്മാക്കൾക്ക് എപ്പോഴും ഭഗവാൻ ആ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെ, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ സേവിക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ ഭഗവാനെ സേവിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് തന്നാൽ മാത്രമാണ് ആ സ്നേഹം എന്നുള്ള ഒരു റിലേഷൻ അവിടെ നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബുദ്ധിമാനായ ഒരു ജീവാത്മാവ് ചിന്തിക്കേണ്ട എന്താണ്? അപ്പൊ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ പല രീതിയിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു ഈ ഭൗതിക ലോകത്തിൽ. പക്ഷെ എനിക്ക് പൂർണ്ണ സന്തോഷം ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യാം? അപ്പൊ ഞാൻ എന്താ ചെയ്യാം? അപ്പൊ ശാസ്ത്രങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭഗവാനുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തിയെടുക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ സന്തോഷം നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത് അല്ലെ. നമ്മൾ അമ്പലത്തിൽ പോകുന്നതും സേവനം ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് പൈസ തരുന്നുണ്ടോ? ശമ്പളം തരുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്തുകൊണ്ടാണ് സേവനം ചെയ്യുന്നത്? കാരണം അതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള രൂപം. ജീവേര സ്വരൂപഹേ കൃഷ്ണേര നിത്യദാസ്. നമ്മൾ സേവനം ചെയ്യാനുള്ളത് ഒരു വ്യക്തിയുടെ ധർമ്മം തന്നെയാണ് അല്ലെ. നമ്മൾ ഇപ്പൊ സേവനം ചെയ്യാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. എന്തെങ്കിലും ഒന്നിൽ നമ്മുടെ രാജ്യത്തിന് സേവനം ചെയ്യും, അല്ലെങ്കിൽ കുടുംബത്തിന് സേവനം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് സേവനം ചെയ്യും. അപ്പൊ ആ സേവനം ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഓരോ ജീവാത്മാവിന്റെ ഒരു ധർമ്മം തന്നെയാണ്. പക്ഷെ ആ സേവനം ചെയ്യുന്ന ആ ധർമ്മത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ടും നമ്മുടെ സേവനത്തിന്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. അപ്പം ഒരു വ്യക്തി എപ്പോഴാണ് പൂർണ്ണമായിട്ടും ആ ഭഗവാനെ സേവനം ചെയ്യുന്നതിൽ പൂർണ്ണ ആനന്ദവും ആ പൂർണ്ണ വിശ്വാസവും ഒക്കെ നമ്മൾ കണ്ടെത്തുന്നത്, അപ്പോഴാണ് യഥാർത്ഥമായിട്ട് ഒരു ജീവാത്മാവിന് പരിശുദ്ധമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു പൂർണ്ണമായിട്ടുള്ള സന്തോഷം നേടുക്കാൻ സാധിക്കുകയാണെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് നിരന്തരം നമ്മൾ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ കൂടി നമ്മൾ മറന്നുകൊണ്ടേയിരിക്കും. പല കാര്യങ്ങളും ഭഗവാന്റെ ശക്തികളെ പറ്റി നമ്മൾ സംസാരിച്ചു. നമ്മളെപ്പോഴും ഭഗവാന്റെ ത്രസ്യശക്തിയെ നമുക്ക് എപ്പോഴും ഭഗവാനെ സേവനം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പറഞ്ഞെങ്കിലും ഇപ്പം എനിക്കായാലും നിങ്ങൾക്കായാലും നമ്മൾ മറന്നു പോകും വീണ്ടും വീണ്ടും. അത് മറക്കാനുള്ള കാര്യം എന്താണ്? കാരണം നമുക്ക് ഇപ്പോഴും പൂർണ്ണ വിശ്വാസം ഭഗവാനിൽ വരാത്തതുകൊണ്ടാണ്. അപ്പൊ ആ വിശ്വാസം വരാൻ വേണ്ടി എന്താ ചെയ്യുക? നമ്മൾ ആ വിശ്വാസമുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ കേൾക്കുക. അങ്ങനത്തെ ശീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ശിഷ്യന്മാരും ആധ്യാത്മിക ഗുരുവര്യന്മാരിൽ നിന്നൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഈ കേട്ട ജ്ഞാനത്തിന് നമുക്ക് എന്താ ഒരു സാക്ഷാത്കാരമായിട്ട് വരുന്നത് അല്ലെ. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നു. ആ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് സാക്ഷാത്കാരമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും വരുന്ന ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ അതിനെ നമ്മൾ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാറില്ല. അതാണ് എല്ലാവർക്കും വരുന്നൊരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ നമ്മൾ ഓരോ ശീല പ്രഭുപാദിന്റെ ഓരോ വരികളും നമ്മൾ വായിക്കുമ്പോഴും ഏത് ബുക്കായാലും ആയിക്കോട്ടെ, വായിക്കുന്ന നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന ഓരോ ഡെയിലി നമ്മൾ വായിക്കുന്ന സമയത്ത് അന്ന് കിട്ടുന്ന ഓരോ പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് അതിൽ നമ്മൾ മനസ്സിലാക്കി അതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്ത് നോക്കും. എന്നിട്ട് അതെങ്ങനെ എന്റെ ജീവിതത്തിൽ അതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കൂടി നമ്മൾ ചിന്തിച്ച് അതിനെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭക്തിയുടെ പൂർണ്ണ ആ ഒരു രുചി ആസ്വദിക്കാൻ സാധിക്കുക. അതിന് നമ്മൾ നിരന്തരം എന്താ ചെയ്യുക? അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു ഒരു ഒരു എന്താ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോസസ് ആണ്. ഡേ ബൈ ഡേ പ്രാക്ടീസ് ആണ്. നമ്മൾ വിശ്വാസത്തോടെ അത് ചെയ്യാം. നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ അപരാധമില്ലാതെ ശ്രദ്ധയോടെ ജീവിക്കുക, ശീലപ്രഭുവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, പിന്നെ നമ്മൾ ഭക്തമായിട്ട് സംഘം ചെയ്യുക, സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, കേൾക്കുക, അവരെ സേവനം ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് ഗ്രാജുവലി ഒരു വ്യക്തിക്ക് ആ പെർഫെക്ഷനിലോട്ട് എത്താൻ സാധിക്കുക. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പം എനിക്കൊന്നും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വളരെ ക്ലിയർ ആയിട്ടും ശീല പ്രഭുപാദിന്റെ ഈ ഭാവാർത്ഥം നല്ല രീതിയിൽ ഇവിടെ ക്ലിയർ ആയിട്ട് പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ പല പല വിസ്തരങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇനിയും വരുന്ന ശ്ലോകങ്ങളും ഇത് തന്നെയാണ്. ഇതുപോലെ തന്നെ ഭഗവാന്റെ പല പല വിസ്തരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ശീല പ്രഭുപാദ് കി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ.